ഷോൺ ജോർജിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ബിനീഷ് കോടിയേരിനെ പിണറായി വിജയൻ രംഗത്തിറങ്ങുന്നുള്ള തരത്തിലുള്ളൊരു കിംവദന്തി പരക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഷോൺ ജോർജാണ് പല വിഷയങ്ങളും ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ട്. ഇ ഡി ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും താൻ പുറത്ത് വിടുന്നുള്ളതും ഇ ഡിക്ക് അറിയാത്ത പല കാര്യങ്ങൾ പല രഹസ്യങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഷോൺ ജോർജ് പറഞ്ഞായിരുന്നു. അത്തരത്തിൽ പിണറായി വിജയൻ പേടിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഷോൺ ജോർജിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കിംവദന്തി ഒരു വശത്തുണ്ട്. മറുവശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം ഏകദേശം കുറേ വർഷങ്ങളായിട്ട് 3-4 വർഷമായിട്ട് ഇതുവരെ പാർട്ടി പുതുക്കി നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ ഷോൺ ജോർജിൻ്റെ വിഷയമൊക്കെ വരുന്നതോടുകൂടി തന്നെ ബിനീഷിൻ്റെ പാർട്ടി അംഗത്വം പാർട്ടി പുതുക്കി കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം പാടെ കൂട്ടി വെക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിനീഷിനെ രംഗത്തിറക്കുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഉറപ്പായിട്ടും ബിനീഷ് കോടിയേരിയെ ഇത്രയും തവണകളായിട്ട് അവരുടെ പാർട്ടി അംഗത്വം പരിശോധിക്കട്ടെ, ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഗോവിന്ദൻ. അപ്പൊ അത്തരത്തിൽ ഗോവിന്ദൻ പറഞ്ഞതിന്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു കാരണം കൂടി പറഞ്ഞായിരുന്നു. ബിനീഷ് കോടിയേരി ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് തോൽവിയുടെ ഉത്തരവാദിത്തം ഗോവിന്ദനും പിണറായി വിജയനുമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലെ പരോക്ഷ പോസ്റ്റുകളാണ് ബിനീഷ് കോടിയേരി കുറച്ച് നാളുകളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഒരേ ഒരു കോടിയേരി എന്ന് പറഞ്ഞിട്ടാണ് LDF ഇപ്രാവശ്യത്തെ കനത്ത പരാജയത്തിന് ശേഷം ബിനീഷ് കോടിയേരി ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു കോടിയേരി എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട് സഖാവ് പുഷ്പനെ കാണാനായിട്ട് കോടിയേരി പോകുന്ന പഴയ ഒരു ഫയൽ ചിത്രം അത് മാത്രമായിരുന്നു കൊടുത്തത്. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഉണ്ട് അതിന്റെ ഇന്നർ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു എങ്കിൽ അതുപോലെ നയിക്കാൻ, കോടിയേരി ബാലകൃഷ്ണനെ പോലെ ദീർഘവീക്ഷണത്തോടു കൂടി നയിക്കാൻ ഒരു നേതാവ് ഇപ്പൊ CPM ഇല്ല എന്നുള്ളത് തന്നെയാണ് ബിനീഷ് കോടിയേരി ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരത്തിൽ പരോക്ഷമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം വന്നപ്പോൾ തന്നെ സഹിക്കാൻ പറ്റാണ്ട് പാർട്ടി മെമ്പർഷിപ്പ് നിനക്ക് പുതുക്കി തരാൻ പറ്റില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത MV ഗോവിന്ദന്റെ ആ ഒരു വെല്ലുവിളി പോലും മാറ്റിവെച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബിനീഷ് കോടിയേരിയെ തിരിച്ചെടുക്കുന്നു. അത് ബിനീഷ് കോടിയേരിയോട് പെട്ടെന്ന് അങ്ങോട്ട് പ്രേമം മുത്തിട്ടാണോ പിണറായി വിജയന്? അല്ലെങ്കിൽ MV ഗോവിന്ദൻ ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞിട്ടാണോ? ഇത് പെട്ടെന്ന് തിരിച്ചെടുത്തത് ED വീട്ടിൽ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടാ. ED വീട്ടിൽ കയറി ഇത്രയും പ്രശ്നങ്ങളും പൊല്ലാപ്പുകളും ഉണ്ടായതിന്റെ തൊട്ട് പുറകെ ആ സമയത്ത് ഈ ബിനീഷ് കോടിയേരി തിരിച്ചെടുത്തതൊരു വാർത്തയാവുന്നത് കൃത്യമായിട്ടും ആളുകൾക്ക് സംശയം തോന്നുന്ന വിഷയം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നാളില്ലാത്തത്. ഇപ്പൊ ഒരുപാട് ചർച്ചകളിലാണെങ്കിലും ED വിഷയത്തിന് ശേഷം വന്നത് കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത ഒരു സ്റ്റാൻഡും കാര്യങ്ങളും തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതുപോലെ മുമ്പ് തന്നെ ബിനോയ് കോടിയേരിക്കെതിരെ വന്നായിരുന്നു പ്രശ്നങ്ങൾ. അങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്തും ഒക്കെ കോടിയേരി ബാലകൃഷ്ണൻ എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിന്റെ മക്കള് അവർ വ്യക്തിക്കെതിരെയാണ്, ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വന്നതാണ്. ഇതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. പാർട്ടി നേതാക്കളും സഖാക്കളും ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഇത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അത് വ്യക്തികൾക്കെതിരെയുള്ള പ്രശ്നമാണെന്ന്. പക്ഷെ അതുപോലെ തന്നെ അതിനുശേഷമാണെങ്കിലും ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട്, പ്രായാധിക്യമാണ് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞതെങ്കിലും ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനും അദ്ദേഹം തയ്യാറായ സമയത്ത് പക്ഷെ ഈ ധാർമ്മികതയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത DYFIയിലോ SFIയിലോ ഒന്നും ഒരു കാലത്തും പ്രവർത്തിച്ചിട്ടില്ലാത്ത, സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് സ്വാശ്രയ കോളേജിൽ തന്നെ പഠിച്ച പിണറായി വിജയന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് സഖാക്കൾ EDയുടെ കാറ് വരെ തല്ലിപ്പൊളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വന്നത് ഈ പറയുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തമ്മിലാണ്. അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു, ഇപ്പൊ പിണറായി വിജയൻ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? പിണറായി വിജയൻ തന്നെ പറയുന്നു, എന്നോടൊരു ED ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല, എനിക്കെതിരെ ആയിരുന്നില്ല ED റെയ്ഡ്. അതായത് മകൾക്കെതിരെയായിരുന്നു. മകൾ പാർട്ടി മെമ്പറാണോ? DYFIയിൽ ഉണ്ടായിരുന്നോ? SFIയിൽ ഉണ്ടായിരുന്നോ? പാർട്ടിയുടെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഒരു കൊടി പിടിച്ചിട്ടുണ്ടോ അവരെ? ഇതൊന്നുമില്ലാത്ത ഒരു ആൾക്ക് വേണ്ടിയിട്ട് പാർട്ടി സഖാക്കള് മുദ്രാവാക്യം വിളിക്കാനും കേന്ദ്ര ഏജൻസിയുടെ കാറ് തല്ലിപ്പൊട്ടിക്കാനും ആക്രമണം അഴിച്ചുവിടാനും ഇത്രയും പുകിലുകൾ കാണിച്ചു കൂട്ടാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്താണ് വീണ വിജയനുള്ളത്? പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരിനെ പെട്ടെന്നൊരു ദിവസം തിരിച്ചെടുക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ ഗോവിന്ദന്റെ വാക്കൊന്ന് വായിലേക്ക് നാവ് തിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ ED കയറുന്നു. ED കയറിയ തൊട്ട് പിന്നാലെ ബിനീഷ് കോടിയേരി തിരിച്ചെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫവാസിന് തോന്നിയ സംശയം എല്ലാവർക്കും തോന്നാം, എന്തിനാണ് ബിനീഷിനോട് പെട്ടെന്ന് ഈ പ്രേമം മൂത്തതെന്ന് CPMന്. അതിന് ഒറ്റ ഉത്തരം നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം,
ഷോൺ ജോർജ് ആണ് ED അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പുറകെ നിന്നിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരാൾ. ഇത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതും കൃത്യമായിട്ടും ഇതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കയിലേക്ക് കടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ദുബായ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ഇവർ എക്സാലോജിക്കിന്റെ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ, ലാവലിന്റെ ഒക്കെ ഒരുപാട് കിട്ടിയിരിക്കുന്ന ഇതുപോലത്തെ മാസപ്പടി കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ദുബായ് അക്കൗണ്ടുകളിലേക്കാണ്. ഒരിക്കലും നമുക്ക് മറ്റൊരു വിദേശ നയതന്ത്രമാണത്. അവിടുത്തെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എടുക്കൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇടിക്ക് പോലും അതിന് കൃത്യമായിട്ടും അതിൻ്റെ ആ ഒരു വേയിൽ കൂടെ തന്നെ നിയമപരമായിട്ട് മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് ഷോൺ ജോർജ് പറയുമ്പോൾ ഷോൺ ജോർജിന് എങ്ങനെയാണത് കിട്ടിയത്? അപ്പോൾ ഷോണിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എപ്പോഴും ലാവ്ലിൻ കേസ് ആണെങ്കിൽ പോലും പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്നത് നമ്മുടെ സാറാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ലാവ്ലിൻ്റെ രേഖകൾ, പിണറായി വിജയനായിട്ടുള്ള എതിരായിട്ടുള്ള രേഖകൾ അദ്ദേഹത്തിന് കൊടുത്തത് CPM-ന്റെ അകത്ത് തന്നെ പിണറായിക്കൊപ്പം തന്നെയുള്ള ഉന്നത നേതാക്കളാണെന്ന്. അപ്പോൾ കള്ളന്റെ കൂടെയുള്ളവർക്കാണ് കൂടുതലും ഈ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് എളുപ്പമുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഷോൺ ജോർജിന് ഇത്രയും തെളിവുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സോഴ്സും അകത്തുനിന്ന് തന്നെ ആയിരിക്കണം. അത് ബിനീഷ് കോടിയേരി ആണ് എന്ന് തെറ്റിദ്ധരിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. ഏതായാലും സോഴ്സുകളിലൂടെ ഇപ്പൊ ഇടിക്ക് പോലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ രേഖകൾ ഷോൺ ജോർജിന് സ്വന്താക്കാൻ പറ്റി, അല്ലെങ്കിൽ കയ്യിൽ തെളിവുകൾ ശേഖരിക്കാൻ പറ്റി എന്നുള്ളത് ഷോണിന്റെ മിടുക്കും കൂടിയാണ്. ഈ ഷോണിനെ മരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിനീഷിന് മാത്രമേ കഴിയുന്നുള്ളതിന്റെ ഒരു പിന്നിലെ രഹസ്യം എന്താ? ബിനീഷും ഷോൺ ജോർജും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ ഒരുമിച്ച് പാർട്ട്നേഴ്സ് കൂടിയാണ്. ഇവര് രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. എറണാകുളത്ത് ഹൈക്കോടതി വക്കീൽ ഓഫീസ് നടത്തുന്നതും ഇവർ രണ്ടുപേരും കൂടിയാണ്. രാഷ്ട്രീയമായിട്ട് പല എതിർചേരികളിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം, പക്ഷെ ഇവർ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അതായത് വക്കീൽ ഓഫീസ് ഒരുമിച്ച് സംയുക്തമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നവരാണ്. അത് ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ ആകത്തുക തന്നെയാണ്. അവരത്രയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് PC ജോർജ് പല ഇന്റർവ്യൂസിലും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് ഷോൺ അവിടെ പോയി നിൽക്കാറുണ്ട്, ബിനീഷ് ഇവിടെ, അവരത്രയും അടുത്ത ബന്ധുക്കളാണ്, സഹോദരന്മാരെ പോലെയാണ്. അപ്പൊ അതുപോലൊരു ബന്ധമുള്ള ഒരു സ്ഥലത്ത് ഷോൺ ജോർജ് സഹോദര തുല്യനായിട്ടുള്ള ബിനീഷ് കോടിയേരിയുടെ പാർട്ടിക്കെതിരെ ഷോൺ ജോർജ് ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തുന്നു. പെട്ടെന്നൊരു ദിവസം ബിനീഷ് കോടിയേരിനെ തിരിച്ചെടുക്കുന്നു. തിരിച്ചെടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ കേസ് പിന്നെയും പൊന്തി വരുന്നു. ED വീട്ടിൽ കയറി ഇറങ്ങുന്നു. അതിൽ കഴിഞ്ഞ ഉടനെ പാടെ തന്നെ ഈ പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഷോൺ ജോർജിനെ മെരുക്കാൻ ഏറ്റവും പറ്റുന്ന ആള് ബിനീഷ് കോടിയേരി തന്നെയാണ്. സഹോദര തുല്യനാണ്, മീൻസ് ബിസിനസ് പാർട്ട്ണറാണ്. അവർ ഒരുമിച്ച് വക്കീൽ ഓഫീസ് നടത്തുന്ന ആളാണ്. അത്തരത്തിലാവുമ്പോൾ ഷോണിനെ മെരുക്കാൻ ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത്, എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ വേറെ ആര് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും, സ്വന്തം അച്ഛനമ്മയും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് അത്രയും കട്ട ചങ്സ് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. അപ്പോൾ അത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ ഷോൺ ഒരു പക്ഷേ ഈ കേസ് ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ചങ്കിന് വേണ്ടിയിട്ടായിരിക്കാം, ബിനീഷ് കോടിയേരിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും സംഭവം കയറി ബിനീഷിന് അംഗത്വം തിരിച്ചു കിട്ടി. അപ്പൊ പിന്നെ ഈ കേസ് പതുക്കെ അങ്ങോട്ട് താന്നു പോകാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഷോൺ ജോർജ് BJP-യിലെ ഇപ്പോൾ ഹോൾട്ടുള്ളൊരു നേതാവ് തന്നെയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ പിടിപാട് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ ഷോൺ ജോർജിന് എന്തായാലും അതിന്റെ ഒരു അറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷർ ചെലുത്താൻ ഷോൺ ജോർജിന് കഴിയുകയും ചെയ്യും. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ ഷോണിനെ മെരുക്കാൻ വേണ്ടിയിട്ട് ബിനീഷിനെ ഇറക്കി എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതങ്ങനെ തന്നെ ആവാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന വെച്ചാൽ ED ഇപ്രാവശ്യം കൊടുത്ത കേസിൽ ഇപ്പോൾ വെള്ളിയാഴ്ച വരെ കർശന നടപടികൾ എടുക്കരുത് എന്ന് പറഞ്ഞ് ഹർജിക്ക് അനുകൂലമായിട്ട് ഇവർക്കൊരു വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ED വെറുതെ കയറി കുറെ രേഖകൾ എടുത്തു, തെളിവ് കിട്ടി എന്നൊക്കെ പറയുന്ന EDക്ക് കൃത്യമായിട്ടും തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ ഒരു സാവകാശം കൊടുത്തത്. അപ്പോൾ ബിനീഷിനെ തിരിച്ചെടുക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഈ റെയ്ഡിന്റെ ഒക്കെ പിന്നിലെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത്. അത് നടന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ ED ഇനിയിപ്പോൾ കേസുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയില്ല.